ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിൽ കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികൾ സുരക്ഷിതരായി കേരളത്തിലെത്തി. 10-ലധികം വിദ്യാർത്ഥികളാണ് ദില്ലിയിൽ നിന്നുള്ള വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെ ഇന്ത്യ പാക് അതിർത്തി സംസ്ഥാനങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള നിരവധി മലയാളി വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കേരള ഹൗസിലെത്തിയത്. ഇതിൽ 100ഓളം വിദ്യാർത്ഥികൾ ഇന്നലെയും ഇന്നുമായി ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് പുറപ്പെട്ടു. 10-ലധികം വിദ്യാർത്ഥികൾ വിമാനമാർഗം ഇന്നു രാവിലെ 11 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. യുദ്ധഭീതി നിലനിൽക്കുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. തങ്ങളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേരള ഹൗസ് മുഖേന സംസ്ഥാന സർക്കാർ നൽകിയ സഹായങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പറഞ്ഞു. മെയിനായിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു രാത്രി. പിന്നെ ഇതേപോലെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ നൈറ്റ് കണ്ടു ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പോൾ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. എങ്ങനെ ഇപ്പോൾ വന്നിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്താണല്ലോ ബോർഡർ, അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. എംപിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. കേരള ഹൗസിനൊപ്പം സുർജിത് ഭവനിലും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുങ്ങി. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 9 വിദ്യാർത്ഥികളും കർണാൽ ICARലെ വിദ്യാർത്ഥികളും ദില്ലിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നു. ചില രക്ഷിതാക്കളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.